നിലമോൾ എന്താ ഇവിടെ ചെയ്യുന്നേ? നില, എന്താ മോളിത്? കണ്ടറിയില്ലേ? ചോക്ലേറ്റാ മുത്തശ്ശി. അത് ചോക്ലേറ്റ് ആണെന്നുള്ളത് എനിക്കറിയില്ലേ. ഇവിടെ വെച്ച് എന്നെ പൊട്ടിച്ച് തിന്നല്ലേ? അതെ, നിങ്ങൾ രണ്ടുപേരും എന്നെ ഇവിടെ ഒറ്റയ്ക്കാക്കിട്ട് പോയില്ലേ? എനിക്ക് ബോറടിച്ചു. അത് മാത്രല്ല, ഈ ചോക്ലേറ്റും കേക്കും ഒക്കെ കണ്ടപ്പോ എനിക്ക് വിശപ്പ് തോന്നി, അതുകൊണ്ടാ കഴിച്ചത്. ഇപ്പൊ തന്നെയല്ലേ പല്ല് പോയിന്നും പറഞ്ഞ് ഈന്ന് വാ തുറന്ന് കാണിച്ചത്. അപ്പോഴത്തേക്കും ചോക്ലേറ്റ് എടുത്ത് വായി കുത്തി കയറ്റിയല്ലേ? ഇങ്ങനെ ചോക്ലേറ്റ് തിന്നാലേ 2 പല്ലല്ല 32 പല്ലും കൊഴിഞ്ഞു പോകും. പല്ലെന്താ പഴുത്ത മാങ്ങയാണോ കൊഴിഞ്ഞു പോവാൻ? ഒന്ന് പോ മുത്തശ്ശി. സംസാരം കേട്ടില്ലേ? അത് പോട്ടെ, അവള് കഴിച്ചോട്ടെ. അങ്കിൾ, ചോക്ലേറ്റ് നല്ല ടേസ്റ്റ് ഉണ്ട്. നീ കഴിച്ചോ. ശരി നില, എന്നാ പോവാം നമുക്ക്. പോവാം മുത്തശ്ശി. അങ്കിൾ, പോയിട്ട് വരാവേ. വരട്ടെ മോനെ. ശരി. വാ. നില, ഒരു മിനിറ്റ്. എന്താ അങ്കിൾ? നാളെ സൺഡേ അല്ലേ? സ്കൂൾ അവധിയാണല്ലോ. അങ്കിളുടെ വീട്ടിലേക്ക് വരുന്നോ? ഓ, വരാലോ. അന്നത്തെ പോലെ നമുക്ക് ജോളി ആയിട്ട് കളിക്കാം. അതേടാ, നിനക്ക് ഇഷ്ടപ്പെട്ട ചോക്ലേറ്റ്, ഐസ്ക്രീം, ലഞ്ച്, സ്വിമ്മിംഗ് പൂള് എല്ലാം ജോളിയായിട്ട് എൻജോയ് ചെയ്യാം. ജോളി ജോളി ജോളി. അമ്മേ, നാളെ നിലമോളെ എന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോയിക്കോട്ടെ. എന്താ മോനെ ഇതൊക്കെ ഇങ്ങനെ ചോദിക്കണോ? മോൻ അതിനുള്ള അവകാശം ഉണ്ടല്ലോ. ധൈര്യമായിട്ട് കൂട്ടിക്കൊണ്ട് പോക്കോ. ശരി അമ്മേ. നില, ബി റെഡി. നാളെ സൺഡേ, നമ്മുടെ ഫൺ ഡേ. അല്ല മോനെ, പറയാമേ. നിങ്ങളെന്റെ പേരക്കുട്ടിയെ കൊണ്ടുപോകുമ്പോ എനിക്ക് ബോറടിക്കില്ലേ? ഒട്ടും സമയം പോവില്ല. നിങ്ങള് നിലയെ കൂട്ടിക്കൊണ്ടു പോകുന്ന പോലെ ഞാൻ കവിനെ എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോന്നോട്ടെ. എന്താ മോനെ ആലോചിക്കുന്നെ? എനിക്കൊരു പേരക്കുട്ടി ഉണ്ടായിരുന്നെങ്കിൽ അത് കവിനെ പോലെ ആയിരിക്കുമെന്ന് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്. കവിൻ എന്റെയും പേരക്കുട്ടിയല്ലേ. നിങ്ങളുടെ അമ്മയുടെ കൂടെ എപ്പോഴും അവനെ പറഞ്ഞു വിടാറില്ലേ? അതുപോലെ വിചാരിച്ചാ മതി. ഞാൻ ഭദ്രമായിട്ട് തിരിച്ചെത്തിക്കാം. അയ്യോ, അയക്കുന്ന കാര്യത്തിലൊന്നും പ്രശ്നമില്ലമ്മേ. അതേക്കുറിച്ചൊന്നും അല്ല ഞാൻ ആലോചിക്കുന്നത്. അവനെ നിങ്ങൾ എങ്ങനെ മേക്കുമെന്ന് ആലോചിക്കായിരുന്നു ഞാൻ. അവൻ ഭയങ്കര കുറുമ്പനാ, ഒരു സ്ഥലത്തും അടങ്ങിയിരിക്കില്ല. നിങ്ങൾ ശരിക്കും ബുദ്ധിമുട്ടിക്കുവൻ, അതുകൊണ്ട് പറഞ്ഞത് ഞാൻ. ഏയ്, അതിലെന്താ മോനെ പ്രശ്നം? കുട്ടികളാവുമ്പോ അങ്ങനെയൊക്കെ ഉണ്ടാവും. എന്റെ പേരക്കുട്ടി ഞാൻ നോക്കിക്കോളാം, അതാലോചിച്ച് വിഷമിക്കണ്ട. ശരി അമ്മേ, കൂട്ടിക്കൊണ്ട് വയ്ക്കും. ഒത്തിരി നന്ദി മോനെ. ഓക്കെ നില, അപ്പൊ നാളെ കാണാം നമുക്ക്. ബൈ അങ്കിൾ. ഓക്കെ. മുത്തശ്ശി, ഒരു മിനിറ്റ്. അങ്കിൾ ഒന്ന് താഴത്തേക്ക് കുനിഞ്ഞേ. പെൺകിളി നോവാൽ നെയ്തൊരു കൂട് കൂട്ടിൽ കുഞ്ഞിന് കൂട്ടായി വന്നിളം കാറ്റും പെയ്തത് ചൂട് ആരാരോ പാടിയിടും താരാട്ടെന്നിൻ കൺമണിക്ക് ഏതേതോ നാളണയും കാണാനാൺ കിളി വഴിക്ക് രാവിൻ ചില്ലയിൽ
ചൂട് ആരാരോ രാരോ, രാരിരോ രാരോ. ആവോളം കനിവോടെ തൊട്ടിലാട്ടും കൈകളിൽ ചേർന്നൊരു നാൾ ആകാശങ്ങളിലൂടെ സ്വപ്നമേകും മാണിക്യമഞ്ജലിലായി ദൂരെ ദൂരെയ സ്നേഹം പൂവിടും തീരം കാണുവാൻ പോയിടണം. ഈ മണ്ണിൻ കാതിൽ നിൻ ഗാനം തേങ്ങിയമർന്നിടുമ്പോൾ പേരറിയാ നൊമ്പരങ്ങൾ ആരോടെങ്കിലും ഓതിടണം. ആരാരോ രാരോ, രാരിരോ രാരോ. മുത്തശ്ശി, ഇതെല്ലാം എനിക്ക് സ്വന്തം. ആ എല്ലാം നോക്ക്, നല്ല രസമില്ലേ? ആ നില അമ്മേ, ഇത് നോക്കിക്കേ. ഹോസ് ടോയ് സൂപ്പർ അല്ലേ? നോക്കട്ടെ. നല്ല രസമുണ്ടല്ലോ. മോൾക്ക് ഇഷ്ടമായില്ലേ? എനിക്ക് ഇഷ്ടപ്പെടാതിരിക്കോ? കവിന്റെ അച്ഛൻ എനിക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കി വാങ്ങിച്ചോണ്ട് വന്നതാ. ആ അങ്കിളിന് എന്നോട് ഭയങ്കര ഇഷ്ടാ. ഇത് നോക്കമ്മേ, ചോക്ലേറ്റ് തന്നു, ബ്രൗണി കേക്ക് തന്നു, ദേ നിറയെ ടോയ്സും വാങ്ങിച്ചു തന്നു. എനിക്ക് ഒരു കാര്യം മനസ്സിലാവുന്നില്ല മോളെ. കവിന്റെ അച്ഛന് നിന്നോട് എന്താ ഇത്ര സ്നേഹം? അതല്ല, നമ്മൾ ഈ നാട്ടിൽ വന്നിട്ട് കുറച്ചു നാളല്ലേ ആയുള്ളൂ. നീ ഈ സ്കൂളിൽ ചേർന്നിട്ട് കുറച്ചു നാളെ ആയുള്ളൂ.